അവസാന നിമിഷം വരെയും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അന്ന് പ്രേക്ഷകർ കണ്ടതാണ് 72 ദിവസം നീണ്ടുനിന്ന ആ വലിയ രക്ഷാപ്രവർത്തന ദൗത്യം. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തന ദൗത്യമായിരുന്നു. ആ രക്ഷാപ്രവർത്തനത്തിന് നമ്മളെ മുഴുവൻ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി അതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അർജുൻ്റെ അമ്മ നമ്മളോട് കരഞ്ഞു പറഞ്ഞ വാചകങ്ങളാണ്. പക്ഷേ അതിനു മുമ്പ് അവിടുത്തെ ഒരു പോലീസുകാരൻ നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. മാധ്യമപ്രവർത്തകരോട് മാത്രമല്ല, അർജുൻ്റെ സഹോദരനോടക്കം ചോദിച്ചൊരു ചോദ്യം, അതിൽ താഴെ കിടക്കുന്നത് ആരാ, വല്ല VIP ആണോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അവജ്ഞയും ഉണ്ടായിരുന്നത്. VIP മണ്ണിൽ കിടന്നാൽ മാത്രമേ ഞങ്ങൾ തിരയൂ എന്നുള്ളതാണോ ഈ നാടിൻ്റെ രീതി എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളടക്കം എല്ലാവരും ഇറങ്ങിത്തിരിച്ചു. അവിടെ അർജുൻ എന്നൊരു സാധാരണ ലോറി ഡ്രൈവർക്ക് വേണ്ടിയുള്ളൊരു തിരച്ചിൽ ഒരു വലിയ സംഭവമായി മാറി. ഒരിക്കലും ഒരു പോലീസുകാരനും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു അന്ന് ചോദിച്ചത്. അവിടെ ഇത്രയുമധികം മാധ്യമങ്ങൾ വരാൻ, ഇത്രയുമധികം ആളുകൾക്ക് താല്പര്യമുണ്ടാവാൻ അതിന് ഇടയിൽ കിടക്കുന്നത് വല്ല VIP ആണോ എന്നാണ് ഒരു പോലീസുകാരൻ ചോദിച്ചത്. അർജുൻ ആ കുടുംബത്തിലെ VIP ആയിരുന്നു. അർജുൻ്റെ ഭാര്യയ്ക്ക്, അർജുൻ്റെ അമ്മയ്ക്ക്, അർജുൻ്റെ സഹോദരിക്ക്, അർജുൻ്റെ കുഞ്ഞിന്, അർജുൻ്റെ അച്ഛന്, അർജുൻ്റെ സഹോദരന്. അർജുനൊരു VIP ആയിരുന്നു. ആ VIPക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിലാണ് നമ്മൾ നടത്തിയത്. അത് പിന്നീട് പോലീസിന് ബോധ്യമായി. പിന്നീട് നാരായണ അടക്കമുള്ള ആളുകൾ നമ്മളെ വിളിച്ച് അഭിനന്ദിച്ചു. ഇത് റിയൽ ടൈം ജേർണലിസമാണ്. ആദ്യം നമ്മളുമായിട്ട് തർക്കത്തിലേക്ക് ഏർപ്പെടുന്നതും പ്രേക്ഷകർ അന്ന് കണ്ടിട്ടുണ്ടാകും. എന്തായാലും ആ വിഷയത്തിൽ നമുക്ക് പക്ഷേ അർജുനെ തിരികെ ജീവനോടെ കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ ഒരു നാട് മുഴുവൻ അർജുനോടൊപ്പം അണിനിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. പലരും നമ്മളെ അടക്കം തെറി പറഞ്ഞു, നിങ്ങൾ ആ സർക്കാരിനെ കരിവാരിത്തേക്കാനാണോ? അങ്ങനെ ഒരു നീക്കവും നമുക്കുണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടത് അർജുനെ ആയിരുന്നു. അർജുനൻ്റെ മൃതദേഹം എവിടെ എന്ന് അമ്മ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിരുന്നു. ഒടുവിലത് സാധിച്ചു. പക്ഷേ അതിന് കൊണ്ട് വലിയ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രതീക്ഷകൾ അവിടെ അവസാനിച്ചു എന്നതിനുമപ്പുറം എന്ത് ഫലം. പിന്നീട് ഒരുപാട് തവണ പ്രേക്ഷകർ ചോദിക്കുന്നത് പോലെ ആ വഴി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അർജുൻ്റെ കുടുംബവുമായി ഇപ്പോഴും നമുക്ക് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് അർജുൻ്റെ സഹോദരി ഇപ്പോൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതങ്ങനെ ജീവിതത്തിൽ അവരത് പൊരുത്തപ്പെട്ടു പോകുന്നു മുന്നോട്ട്. അമ്മയ്ക്ക് സങ്കടമുണ്ട്. ആ സങ്കടം ഇനി എന്ന് തീരും എന്നുള്ളതാണ്. അർജുൻ്റെ ഭാര്യയ്ക്ക് നമ്മളടക്കം ഇടപെട്ടു. ആ വിഷയത്തിൽ ജോലിയും കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ ആ ഓർമ്മകൾ വല്ലാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നു. എന്ത് കിട്ടിയാലും അർജുന് പകരം ആര്, ഒരാൾക്ക് പകരം ആര്, അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി അർജുൻ്റെ ആ ഓർമ്മയിൽ നമ്മളെല്ലാവരും ഒരു നിമിഷം തലകുനിച്ച് നിൽക്കുകയാണ്. കാരണം നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. അതൊരു അപകടത്തിൽ സ്വാഭാവികമായും അർജുനടക്കം 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയുമായിരുന്നു അത്.